തീർത്ഥീകുറുവന്തി തീർത്ഥാനി എന്ന വാക്യം അന്വർത്ഥമായിരിക്കുന്ന ഒരു അവസരമാണ് ഇപ്പോൾ. സ്വാമിജിയെ പോലുള്ള മഹാത്മാക്കൾ എവിടെ എത്തുന്നുവോ അത് തീർത്ഥസ്ഥാനമാണെങ്കിൽ കൂടി അത് വീണ്ടും പവിത്രീകരിക്കപ്പെടുന്നു. ഇത്തരം ധാരാളം സന്ദർഭങ്ങൾ നമുക്ക് ഈ ക്ഷേത്രത്തിൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ശ്രീ മഹാദേവന്റെ അനുഗ്രഹമായിട്ട് കരുതുന്നു. ഇന്ന് ഇങ്ങനെയൊരു നിയോഗം അതിന് കാരണമായത് ഏകദേശം 1 മാസം മുമ്പ് പൂജനീയ സ്വാമി അയ്യപ്പദാസ് അവരുടെ ക്ഷേത്രത്തിൽ മഹാദേവന്റെ നടക്കിൽ വെച്ച് ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ അദ്ദേഹത്തോട് സൂചിപ്പിച്ചു, മഹാമണ്ഡലേശ്വർ പൂജനീയ ആനന്ദവനം സ്വാമിജിയെ നമുക്കിവിടെ ഒന്ന് കൊണ്ടുവരുവാൻ എന്താണ് വഴിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം സന്തോഷപൂർവ്വം തൊടുപുഴയിൽ അദ്ദേഹത്തിൻ്റെ ഒരു സത്സംഗം 20-ാം തീയതി ഉണ്ട്, അന്ന് നമുക്കത് ശ്രമിക്കാം എന്നുള്ള രീതിയിൽ പറയുകയും അതിന്ന് സാക്ഷാത്കരിക്കപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. ഇന്ന് ഇവിടെ മറ്റൊരു കാര്യം കൂടി നടക്കുന്നത്, കഴിഞ്ഞ 16-ാം തീയതി മുതൽ ഇവിടെ 18ഓളം കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു പൂജാപഠന ക്യാമ്പ് നടക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളോടും സംവദിക്കാനുള്ള ഒരു അവസരമാണ്. അതുകൂടാതെ നമ്മുടെ നാട്ടിലുള്ള കുറേ സജ്ജനങ്ങൾ സ്വാമിജിയെ കാണണമെന്ന് വളരെ ആഗ്രഹിച്ചിരിക്കുന്ന സജ്ജനങ്ങൾ ധാരാളമുണ്ട്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഒരു ധന്യതയാർന്ന ഒരു ദിവസമാണിന്ന്. സ്വാമിജിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് എല്ലാവരെയും ഈ സത്സംഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ആമുഖമായി 2 വാക്ക് സംസാരിക്കുവാൻ പൂജനീയ അയ്യപ്പദാസ് സ്വാമിയെ ക്ഷണിക്കുന്നു. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഇതെല്ലാം നിമിത്തമാണ്. ഇതെല്ലാം വളരെ അവിചാരിതമായിട്ടാണ് ഞാനിവിടെ ദർശനത്തിന് വരുന്നത്. ദർശനത്തിന് വരുന്ന സമയത്ത് 20-ാം തീയതിയിലത്തെ സ്വാമിജിയുടെ ഒരു പ്രോഗ്രാം തൊടുപുഴ ഉണ്ട്, അത് പറഞ്ഞിരിക്കുന്നു. ആ സമയത്ത് വളരെ അവിചാരിതമായി കുംഭമേളയെ കുറിച്ച് സംസാരിക്കാനിടയായി. കുംഭമേളയെ കുറിച്ച് സംസാരിച്ചപ്പോൾ സ്വാമിജി അതിനകത്തേക്ക് കടന്നു വന്നു. സ്വാമിജി എങ്ങനെയെങ്കിലും ഇവിടെ ഒന്ന് വരുമോ? എങ്ങനെയെങ്കിലും അല്ല, അദ്ദേഹം തീരുമാനിച്ചാൽ വരും. അവിടെ സാക്ഷാൽ ശിവപെരുമാളും കൂടി തീരുമാനിക്കണം, അത്രയും മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് മറ്റാർക്കും അതിനകത്ത് പങ്കില്ല. നമുക്കൊന്ന് ശ്രമിക്കാം എന്ന് പറഞ്ഞു. ഏതായാലും ആ ശ്രമം പൂർത്തീകരിച്ചു. അദ്ദേഹം ഇവിടെ എത്തി. ഈ കുട്ടികളെ കാണുക എന്നുള്ളതായിരുന്നു പ്രധാന ലക്ഷ്യം. ആ ലക്ഷ്യം സഫലീകൃതമായി. സ്വാമിജിയുടെ ആ അമൃത വാക്കുകൾ കേൾക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ക്ഷണിക്കുകയാണ്. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. വേദിയിലെ സംപൂജ്യ അയ്യപ്പദാസ് സ്വാമിജിക്കും ഈ ഭഗവത് സന്നിധിയിൽ കൂടിയിരിക്കുന്ന മുഴുവൻ സജ്ജനങ്ങൾക്കും പ്രിയപ്പെട്ട വിദ്യാർത്ഥി കൂട്ടുകാർക്കും ഓം നമോ നാരായണ പൂർവകമായ നമസ്കാരം. ഒരു യാത്രയുടെ ഇടയിൽ ഒന്ന് കയറുക എന്നുള്ളതാണ് ഈ ഇപ്പോഴത്തെ ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ടുണ്ടായത്. ഇത് അയ്യപ്പദാസ് സ്വാമിജി അങ്ങനെ ഒരു ക്ഷണം പറഞ്ഞപ്പോൾ സ്വാമിജിയൊക്കെ ഒരു കാര്യം പറഞ്ഞാൽ നമുക്കത് മാറ്റി നിർത്താൻ പറ്റില്ല, ഏത് തിരക്കിൻ്റെ ഇടയിലാണെങ്കിലും. എങ്കിലും ഒരു സമയമെടുത്ത് ഒരു ദിവസം തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി ഇങ്ങോട്ട് വരാമെന്ന് കരുതുന്നു. ഏറ്റവും പ്രധാനമായി നമ്മുടെ ആചാര്യന്മാര് നമ്മുടെ സംസ്കൃതിയെക്കുറിച്ച് പറഞ്ഞു വെച്ചത് ധർമ്മം എന്ന വാക്കാണ്. ആ ധർമ്മത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ജീവിക്കുന്നതിന്, അങ്ങനെ നമ്മുടെ വ്യക്തിത്വത്തെ ഉന്നതിയിലേക്ക് എത്തിക്കുന്നതിന്, അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നതിന് ഏറ്റവും മികച്ചതായി ഏറ്റവും ഉത്തമമായി തീരാനുള്ള ഒരു സാധനാമാർഗമാണ്, ജീവിത രീതിയാണ് ഭാരതത്തിലെ ആചാര്യന്മാര് വ്യക്തികൾക്ക് വേണ്ടിയിട്ട് ഒരു സംസ്കൃതിയായിട്ട് സൃഷ്ടിച്ചത്.
അതിലൂടെ നമ്മുടെ കുടുംബത്തെ ശോഭനമായൊരു ഭാവിയിലേക്ക് നയിക്കാനും സമാജത്തെ ശക്തമായും ഭദ്രമായും മുന്നോട്ട് പോകാനും ഒക്കെയുള്ളൊരു വ്യവസ്ഥയാണ് ഭാരതത്തിലെ ആചാര്യന്മാർ സൃഷ്ടിച്ചത്. ആ ധർമ്മമാർഗത്തിൽ എങ്ങനെ ചരിക്കണം, ധർമ്മമാർഗത്തിൽ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് എന്തൊക്കെയാണ്, അങ്ങനെ നമുക്ക് പറഞ്ഞു തരുന്ന സ്ഥലങ്ങളാണ് ആശ്രമങ്ങളും ആചാര്യന്മാരും ഒക്കെ. എന്നാൽ ആ ധർമ്മമാർഗത്തിൽ ചരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഊർജം, ശക്തി നമുക്ക് തരുന്ന കേന്ദ്രങ്ങളാണ് ദേവതാ സങ്കേതങ്ങൾ. ആ ദേവതാ സങ്കേതങ്ങളിൽ ഭാരതത്തിലെ ഏറ്റവും വിശിഷ്ടമായ സ്ഥലം കാശിയാണ്. കാശി ഏറ്റവും ഇതിഹാസ പ്രസിദ്ധമായിട്ട് തന്നെ 3 കാശിയുണ്ട്. നമ്മൾ ഉത്തർപ്രദേശിലെ പ്രധാനപ്പെട്ട കാശി. മുകളിലെത്തുമ്പോൾ ഹിമാലയത്തിൽ ആദ്യം ഉത്തരകാശി, പിന്നെ ഗുപ്തകാശി, ഇങ്ങനെ 3 കാശി. അത് കാശി വിശ്വനാഥന്റെ സ്ഥലമാണ്. കാശിയിലെത്തിയാൽ മതി, ദർശനത്തെക്കാൾ ആ മണ്ണിലെത്തുക എന്നുള്ളതാണ്. നമ്മളെ കാശി എന്നുള്ള പദത്തിന്റെ അർത്ഥം തന്നെ പ്രകാശിക്കുന്നത്, നമ്മളെ പ്രകാശിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഓരോ തീർത്ഥകേന്ദ്രങ്ങളും ദേവതാ സങ്കേതങ്ങളും ചെയ്യുന്നത് നമ്മളെ കൂടുതൽ തിളക്കമുള്ളതാക്കുകയാണ്, നമ്മളെ കൂടുതൽ പ്രകാശിപ്പിക്കുകയാണ്. അത് ദക്ഷിണകാശി എന്നുള്ള നിലയ്ക്ക്, കേരള കാശി എന്നുള്ള നിലയ്ക്ക് ഈ തീർത്ഥസ്നാനവും അങ്ങനെ ധർമ്മത്തെ പ്രകാശിപ്പിക്കുന്ന, ആ ധർമ്മത്തിലൂടെ നമ്മുടെ വ്യക്തികളെ പ്രകാശിപ്പിക്കുന്ന ഒരു കേന്ദ്രമാണ് എന്നുള്ളതിൻ്റെ ഒരു അനുഭൂതി നമുക്ക് ഇവിടെ വരുമ്പോൾ കിട്ടുന്നുണ്ട്. നമ്മുടെ ആധ്യാത്മിക സങ്കേതങ്ങളൊക്കെ എന്തായി തീരണം, അവിടെ നമ്മളെ കുട്ടികൾക്ക്, വരും തലമുറയ്ക്ക് ഇതിൻ്റെ പ്രാഥമിക പാഠങ്ങൾ പകർന്നു നൽകാൻ പറ്റണം. ഈ സംസ്കൃതിയിൽ തുടർന്ന് ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങൾ നൽകാൻ പറ്റണം. അതൊക്കെ ഇന്ന് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വളരെ കുറച്ച് സ്ഥലങ്ങളിലെ നടക്കുന്ന ഒരു സാഹചര്യമുള്ളൂ. നമ്മൾ മുമ്പ് പല വേദികളിലും പറഞ്ഞിരിക്കുന്നതാണ്, നമ്മുടെ കേരളത്തിലെ ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ക്ഷേത്രാചാരങ്ങളിലോ ക്ഷേത്രത്തിന് അടിസ്ഥാനമായ ധർമ്മത്തിലോ യാതൊരു തരത്തിലുള്ള ശ്രദ്ധയോ താല്പര്യമോ ഇല്ലാത്ത അധർമ്മികളുടെ കയ്യിലാണ്. അതിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നത് എന്താണെന്നുണ്ടെങ്കിൽ, ക്ഷേത്രങ്ങളിൽ നടക്കാൻ പാടില്ലാത്ത എല്ലാ കാര്യങ്ങളും നടക്കുന്നു, നടക്കേണ്ട ഒരു കാര്യങ്ങളും നടക്കുന്നില്ല. അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ധാർമ്മികമായ ശ്രദ്ധയുള്ള വ്യക്തികളുടെ, സമാജത്തിൻ്റെ ഒക്കെ കയ്യിൽ ഇത്തരം ആധ്യാത്മിക കേന്ദ്രം അതിൻ്റെ നിയന്ത്രണത്തിലായിരിക്കുമ്പോൾ ഇതുപോലെ അനവധി കാര്യങ്ങൾ നടന്നു വരുന്നത് ഒരു ധർമ്മ പ്രചാരകൻ എന്നുള്ള നിലയിൽ വലിയ അഭിമാനം തരുന്നൊരു കാര്യമാണ്. ഒരു പിതൃസങ്കേതം കൂടിയാണ്. എങ്ങനെയാ നമ്മൾ ദേവതകൾക്ക് മുമ്പ് നടക്കുന്നവരാണ് പിതൃക്കൾ. പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഓരോ കോശകവാടത്തിലും, നമ്മുടെ ഓരോ കോശകവാടത്തിലും അച്ഛൻ്റെയും അമ്മയുടെയും മാതൃപിതൃ കോശങ്ങൾ അനുഗ്രഹമൂർത്തികളായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അച്ഛനും അമ്മയോ, നമ്മുടെ നേരിട്ടുള്ള അച്ഛനും അമ്മയോ ഒക്കെ നമ്മളൊരു തെറ്റ് ചെയ്താലൊക്കെ എൻ്റെ മകനല്ലേ, എൻ്റെ മകളല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടൊരു ക്ഷമയോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഈ കോശകവാടങ്ങളിലെ പിതൃകോശങ്ങൾ ആ ക്ഷമ ഉണ്ടാവില്ല. എത്രത്തോളം നമ്മൾ ധർമ്മത്തിൽ നിൽക്കുമ്പോഴാണ് ആ നമ്മുടെ പരമ്പരയുടെ അവസാനത്തെ അടയാളമായിട്ടുള്ള പിതൃഭാവം നമുക്ക് അനുഗ്രഹമൂർത്തിയായി നിൽക്കുന്നതും, അത് അനുഗ്രഹമാകട്ടെ ഔഷധിയാകട്ടെ എന്തായാലും നമ്മുടെ കോശാന്തരങ്ങളിലേക്ക്, നമ്മുടെ നാഡികളിലേക്ക് കയറുന്നത്. അങ്ങനെ ആ പിതൃക്കളുടെ അനുഗ്രഹത്തോടുകൂടി ദേവതാനുഗ്രഹം സാധ്യമാകുന്ന ഒരു കേന്ദ്രം കൂടിയാണ്. അവിടെ കുട്ടികള് പൂജ പാഠങ്ങളുടെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ അഭ്യസിക്കുന്നതെന്ന് പറഞ്ഞു. വിഷ്ണുനാരായണൻ നമ്പൂതിരി എന്ന് പറയുന്ന ഒരു വലിയ കവിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം അന്തരിച്ചപ്പോ സി രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു നോവലിസ്റ്റ് അനുസ്മരണം എഴുതി കഴിഞ്ഞപ്പോ പറഞ്ഞത്, ഒരു തവണ അവർ കോഴിക്കോട് ഒരുമിച്ച് ജോലി ചെയ്തിരുന്ന കാലത്ത് വിഷ്ണുവിന് ശരീരത്തിന് നല്ല സുഖമില്ലാതായി. അപ്പോ വിഷ്ണു പറഞ്ഞു, ഈ അവധിക്കാലത്ത് വീട്ടിലേക്കൊന്ന് പോകണം, അപ്പൻ്റെ അടുത്ത് നിന്ന് വ്യാകരണം ഒന്നുകൂടി നന്നായിട്ട് പഠിക്കണം, ആരോഗ്യമൊക്കെ ഒന്ന് വീണ്ടെടുക്കണം.
അദ്ദേഹത്തിന് അത്ഭുതമായി, വ്യാകരണം പഠിച്ചാൽ എന്താ ഇപ്പൊ ആരോഗ്യം വീണ്ടെടുക്കലും. പക്ഷെ ആൾ എഴുതുന്നത് അങ്ങനെയാണ്. വിഷ്ണു അവധിക്കാലത്ത് വീട്ടിൽ പോയി വ്യാകരണം പഠിച്ചു, നല്ല ആരോഗ്യവാനായി തിരിച്ചു വന്നത്. നമ്മുടെ ഭാഷയില്, സംസ്കൃത ഭാഷയില് ആ അക്ഷരങ്ങളെ, വ്യാകരണ നിയമങ്ങളെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഒരു ആശയവിനിമയത്തിന് എന്നുള്ള ഉപാധിയായിട്ടല്ല, നമ്മുടെ ശരീരത്തിനകത്ത് പ്രാണൻ സഞ്ചരിക്കുന്നത് എങ്ങനെ എന്നുള്ളതിന്റെ ശാസ്ത്ര പദ്ധതിയായിട്ടാണ്. അതായത് ഓരോ അക്ഷരവും പുറത്തു വരുമ്പോൾ ആ ശ്വാസം എവിടെയൊക്കെ ചെന്ന്, പ്രാണൻ ശരീരത്തിന്റെ ഏതൊക്കെ നാഡികളിലൂടെ സഞ്ചരിച്ച് എവിടെയൊക്കെ ചെന്ന് എവിടെ നിന്നൊക്കെ പ്രതിധ്വനിച്ച് എത്രമാത്രം കമ്പനങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് പുറത്തു വരുന്നത് എന്നുള്ളത്. ഇപ്പോ ഗണപതിയുടെ വാഹനമായിട്ടുള്ളത് എലിയാണ്, മൂഷികനാണ്. മൂഷികന് രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്നുകിൽ മുഷി ശബ്ദത്തിന് തന്നെ മുഷിച്ഛേദന്, കട്ടി, മൂർച്ചകളെ, അല്ലാന്നുണ്ടെങ്കിൽ കരണ്ട് എടുക്കും. നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മളൊരു ശ്വാസം ഉള്ളിലേക്ക് എടുത്താൽ ഒരു സ്വരാക്ഷരമാണ് ഉച്ചരിക്കണമെന്നുണ്ടെങ്കിൽ ആ ശ്വാസം പുറത്തേക്ക് വരില്ല, നമ്മൾ ഉച്ഛ്വസിക്കില്ല, അത് പുറത്തേക്ക് പോകില്ല. ആ പുറത്തേക്ക് പോകുന്നത് അക്ഷരമായിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. അത് വ്യഞ്ജനാക്ഷരമാണെങ്കിൽ ഒരു ശ്വാസത്തിന്റെ പകുതി എടുത്ത് അടുത്ത ശ്വാസത്തോടു കൂടി ചേർത്തിട്ടാണ് ആ വ്യഞ്ജനാക്ഷരം പുറപ്പെടുന്നത്. അപ്പൊ അങ്ങനെ ആ ഓരോ അക്ഷരവും ശരീരത്തിൽ പ്രാണനുമായി ചേർന്ന് സഞ്ചരിക്കുന്നതിനെ അടിസ്ഥാനമാക്കിയിട്ട് അക്ഷരദേവതകളെ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. ആ എനർജി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഈ ക്രമത്തിലാണ് മുഴുവൻ മന്ത്ര പദ്ധതികളെയും ആചാര്യന്മാര് സൃഷ്ടിച്ചിരിക്കുന്നത്. അതായത് സൃഷ്ടിസ്ഥിതി സംഹാരം എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തിനകത്തും ലോകത്തും നടക്കുന്ന വിവിധ പ്രവൃത്തികളെ നിയന്ത്രിക്കുന്ന ഊർജത്തെ നമുക്ക് എങ്ങനെ സ്വായത്തമാക്കാൻ പറ്റും, അത് സ്വായത്തമാക്കിയിട്ട് നമ്മുടെ അകത്തും ചുറ്റുമുള്ള പ്രകൃതിയിലും അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും, അതിന്റെ കൃത്യമായ ശാസ്ത്രീയ പദ്ധതിയാണ് നമ്മൾ മന്ത്രങ്ങളിൽ കൂടെ, ആ മന്ത്രങ്ങൾക്ക് ചേർന്നിട്ടുള്ള ദ്രവ്യങ്ങളിൽ കൂടെ, അതിന് ചേർന്നിട്ടുള്ള ക്രിയാപദ്ധതികളിൽ കൂടെ ആചാര്യന്മാർ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നു. ഇപ്പൊ എന്തുകൊണ്ട് പൂജ പഠിക്കുന്നു എന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോ പഠിച്ചു വരുന്നതൊക്കെ അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കുന്നതൊക്കെ യൂറോപ്പിലെ ലോകത്ത് ദൈവത്തെ കണ്ടതുപോലെയാണ് നമ്മൾ ക്ഷേത്രത്തിലെ ദേവതകൾ അല്ലെങ്കിൽ നമ്മളുടെ ദൈവസങ്കല്പം എന്നുള്ള രീതിയിലാണ്. യഥാർത്ഥത്തിൽ നമ്മളുടെ ദൈവം വേറെയാണ്, ദേവത വേറെയാണ്, ഈശ്വരൻ വേറെയാണ്. ഓരോ വാക്കുകളനുസരിച്ച് തന്നെ അതിൽ സൂക്ഷ്മമായിട്ടുള്ള ഭേദങ്ങളുണ്ട്. ഇപ്പൊ ദേവത എന്ന് പറയുന്നതിൽ തന്നെ നമ്മൾ ഭഗവതി എന്ന് പറയുന്നത് ഒരു ഊർജ്ജനിലയാണ്, ദേവി എന്ന് പറയുന്നത് വേറെ ഊർജ്ജനിലയാണ്, ഈശ്വരി എന്ന് പറയുന്നത് വേറെ ഊർജ്ജനിലയാണ്, പരമേശ്വരി എന്ന് പറയുന്നത് വേറെ ഊർജ്ജനിലയാണ്. ദുർഗാ ഭഗവതി അല്ല, ദുർഗാ പരമേശ്വരി. അതിന്റെ തലം മാറും. സൃഷ്ടി തുടങ്ങിയതിന് മുമ്പ്, സൃഷ്ടിക്ക് ശേഷം, അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള തലങ്ങൾ മാറും. അപ്പൊ നമ്മൾ പൂജ പഠിക്കുന്നത് പ്രത്യേകമായിട്ട് എന്തിന് ഇത് പഠിക്കുന്നു എന്ന് ചോദിച്ചാൽ, നമ്മൾ എവിടെയോ ഉള്ള അല്ലെങ്കിൽ എന്തോ ചെയ്യുന്ന ഒരു ദൈവത്തെ തൃപ്തിപ്പെടുത്താൻ അല്ലെങ്കിൽ എന്തോ അനുഗ്രഹങ്ങൾ കിട്ടാൻ, അങ്ങനെയല്ല. പൂജ പഠിക്കുന്നത്, പൂജ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തെ തന്നെ, നമ്മുടെ ഉള്ളിലെ പ്രാണനെ തന്നെ നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനും ആ പ്രാണന്റെ ശക്തി കൊണ്ട് അത് നമുക്ക് അനുഗ്രഹമായും ലോകത്തിന് അനുഗ്രഹമായും തീരാനാണ്. ഏറ്റവും ആധുനികമായിട്ട് പൂജ പറയുന്നത് ശിവം ഭൂത്വ ശിവം യജയെന്നാണ്. ശിവനായി ഭവിച്ചിട്ടാണ് ശിവനെ യജിക്കുന്നത്. നമ്മൾ ആരാധന അല്ലെങ്കിൽ ഒരു ദൈവത്തെ പൂജിക്കുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്നുള്ള തലത്തിലല്ല നമ്മുടെ ക്ഷേത്രങ്ങളിലെ ദേവതാ അർച്ചന പദ്ധതിയെ ആചാര്യന്മാര് രൂപപ്പെടുത്തിയത്. അത് ഓരോ തരത്തിലുള്ള പ്രപഞ്ചത്തിലെ, ആ പ്രപഞ്ചത്തിൽ എന്തൊക്കെ ശക്തിയുണ്ടോ അതൊക്കെ നമ്മുടെ ശരീരത്തിനകത്തുണ്ട്. ശരീരത്തിനകത്ത് എന്തൊക്കെയുണ്ടോ അതൊക്കെ ശരീരത്തിന് പുറത്തുണ്ട്. നമ്മുടെ ശരീരത്തിനകത്ത് കാശിയുണ്ട്, ശരീരത്തിനകത്ത് ഗംഗയുണ്ട്, ശരീരത്തിനകത്ത് ഹിമാവാനുണ്ട്, ശരീരത്തിനകത്ത് അയോധ്യയുണ്ട്, രാമനുണ്ട്, കൃഷ്ണനുണ്ട്, ശിവനുണ്ട്, ഭഗവതി, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം പുറത്തുണ്ട്.
അപ്പൊ ഇതിന് ഈ വിവിധ ശക്തികളെ എങ്ങനെ അറിയാം, ആ ശക്തികളെ നമുക്ക് അനുഗ്രഹമായിട്ടും, ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമുക്ക് അനുഗ്രഹമായിട്ടും, നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിക്ക് അനുഗ്രഹമായിട്ടും എങ്ങനെ മാറ്റി തീർക്കാം എന്നുള്ള ഒരു അന്വേഷണത്തിലൂടെ ആചാര്യന്മാര് രൂപകൽപ്പന ചെയ്തതാണ് നമ്മുടെ മന്ത്രങ്ങള്. ആ മന്ത്രങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള പൂജാ പദ്ധതികൾ എല്ലാം. അപ്പൊ നിങ്ങൾ പൂജ പഠിക്കുമ്പോൾ നിങ്ങളൊരു ദൈവത്തെ പൂജിക്കാനുള്ള ഒരു കാര്യം പഠിക്കണു എന്നുള്ളതല്ല, നിങ്ങളുടെ ബുദ്ധിയെ ഉണർത്താനുള്ള, നിങ്ങളുടെ ശരീരത്തെ ആരോഗ്യവത്താക്കാനുള്ള, നിങ്ങൾക്ക് മികച്ച ചിന്തകളും മികച്ച പ്രവൃത്തികളും ചെയ്യാനുള്ള ഒരു വലിയ പരിശീലനം കൂടിയാണ് നടക്കുന്നത്. ആ ഒരു ഗൗരവത്തിൽ നമ്മളൊരു പൂജ പഠിക്കുന്നു എന്ന് പറയുന്ന, നമ്മളിപ്പോ സ്കൂളിൽ ഫിസിക്സ് പഠിക്കുന്നു, കെമിസ്ട്രി പഠിക്കുന്നു എന്ന് പറയുന്ന ഒരു വിഷയം പഠിക്കുന്നു എന്നുള്ള പോലെയാണ് സംസ്കൃതം പഠിക്കുന്നതും അങ്ങനെയാണ്. ഇപ്പൊ സാധാരണഗതിയിൽ സംസ്കൃതം പഠിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ഭാഷ, മലയാളം പഠിക്കുന്നത് പോലെ, ഇംഗ്ലീഷ് പഠിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഫ്രഞ്ച് പഠിക്കുന്നത് പോലെ ആശയവിനിമയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഭാഷ പഠിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പൊ പലപ്പോഴും സംസ്കൃതം പഠിക്കുന്നത്. സംസ്കൃതം പഠിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു കാലത്ത് ഭാരതത്തിൽ എഴുതപ്പെട്ട മുഴുവൻ ശാസ്ത്ര വിഷയങ്ങളും ആ ഭാഷയിലാണ്. ശാസ്ത്രത്തെ ഏറ്റവും ചുരുങ്ങിയ വാക്കിൽ ഏറ്റവും ഓർമ്മ നിൽക്കത്തക്ക വിധം എല്ലാ കാലത്തേക്കുമായി ക്രോഡീകരിച്ച് വയ്ക്കാനുണ്ടാക്കിയ ഭാഷയാണ് സംസ്കൃതം. ആ സംസ്കൃത ഭാഷയുടെ 5000 കൊല്ലം മുമ്പത്തെ അർത്ഥം തന്നെയാണ് ഇന്നുള്ളതും, ഇന്നുള്ള അതേ അർത്ഥം തന്നെയാണ് 5000 കൊല്ലം കഴിഞ്ഞാലും ഉണ്ടാവുകയും ചെയ്യുക. പക്ഷെ നമ്മൾ വ്യവഹാരത്തിലുള്ള ഭാഷയിലൊക്കെ അർത്ഥം മാറും. ഇപ്പോ സ്വാമിജിയുടെയൊക്കെ ചെറുപ്പകാലത്ത് അടുത്തുള്ള വീട്ടിലൊരു കുട്ടിക്ക് ഒരു പണി കിട്ടി എന്ന് പറഞ്ഞാൽ ആ അർത്ഥം മനസ്സിലാക്കുന്നതും ഇന്ന് അപ്പുറത്തെ വീട്ടിലൊരു കുട്ടിക്ക് ഒരു പണി കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കുന്നതും തമ്മിൽ വ്യവഹാര ഭാഷയിൽ വലിയ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ സംസ്കൃതത്തിൽ ആ വ്യത്യാസമില്ല. 5000 കൊല്ലം മുമ്പ് പറഞ്ഞ അതേ അർത്ഥം തന്നെയായിരിക്കും എന്നും അതേ അർത്ഥം തന്നെയാണ് 5000 കൊല്ലം കഴിഞ്ഞാലും ഉണ്ടാവുക. പിന്നെ അതിനനുസരിച്ചിട്ടാണ് അതിനെ ശാസ്ത്രീയമായിട്ട് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അതില് അന്നത്തെ കാലത്തെ കെമിസ്ട്രി ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, എഞ്ചിനീയറിംഗ് ഉണ്ട്, വൈദ്യശാസ്ത്രം ഉണ്ട്, എല്ലാം ഉണ്ട്. ഈ സംസ്കൃതത്തിനകത്തേക്ക് കയറാൻ പറ്റിയ, ഇപ്പൊ നമ്മുടെ പുരാണങ്ങളിൽ ഓരോന്നിലും പേരുകളിൽ പോലും ആ ശാസ്ത്രം എന്താണ് എന്നുള്ളത് ഒളിച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്പൊ ചരക സംഹിത എന്ന ആയുർവേദത്തിന്റെ ഒരു പുസ്തകത്തിന്റെ പേര് പറയുന്നത്, ചരകൻ എന്ന് പറയുന്ന ഋഷി എഴുതിയതാണ് എന്ന് ജനറലി പൊതുവിൽ പറയും. എന്നാൽ സംസ്കൃത പഠിതാവ് ആ ശബ്ദത്തെ കാണുക, ചര ശബ്ദം, ആ ചര ശബ്ദത്തിന് 3 അർത്ഥം: അന്നം, പ്രാണൻ, അതിന്റെ ശുദ്ധമായ ആചരണം. അപ്പൊ അന്നത്തെയും, അന്നം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മാത്രമല്ല, നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെ ആർജിക്കുന്നതല്ല, നമ്മൾ കാണുന്നത്, കേൾക്കുന്നത്, ശ്വസിക്കുന്നത് എല്ലാം നമ്മുടെ അന്നാണ്. ആ അന്നനെയും പ്രാണനെയും എങ്ങനെ ശുദ്ധമാക്കി വെച്ചുകൊണ്ട് അതിനെ ആചരിക്കണം എന്നുള്ളതിന്റെ സംഹിതയാണ് ചരക സംഹിത. ഇതുപോലെ ഓരോ വാക്കിലും അതിന്റെ ശാസ്ത്രതത്വം സംസ്കൃതത്തിൽ ഉൾച്ചേർന്നിട്ടുണ്ട്. അപ്പൊ സംസ്കൃതത്തിൽ നന്നായി പഠിക്കുന്ന ഒരാൾക്ക് ഇന്നത്തെ നിരവധി ശാസ്ത്ര മേഖലകളില് ആ അറിവുകളെ, പഴയ ഗ്രന്ഥങ്ങളിലുള്ള അറിവുകളെ ഉപയോഗപ്പെടുത്താനുള്ള ഒരു വലിയ വിശാലമായിട്ടുള്ള ലോകം തുറക്കുക. ഇപ്പോ ഓരോ ദ്രവ്യത്തിന്റെ, വസ്തുക്കളുടെ ഗുണം സംസ്കൃത ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു പോയിട്ടുണ്ട്. ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കാം. അപ്പൊ അത് ഉപയോഗിക്കാം എന്ന് പറയുന്ന ആ ആശയത്തിൽ നിന്ന് ഇന്ന് ബയോ കെമിസ്ട്രിയുടെയൊക്കെ വലിയ ഗവേഷണശാലകളിൽ പുതിയ കണ്ടെത്തലുകൾക്ക് അത്തരം അറിവുകൾ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് നമുക്ക് ഗവേഷണ പ്രക്രിയയിൽ ഇടപെടാൻ പറ്റും. എഞ്ചിനീയറിംഗ് സംബന്ധമായിട്ടുള്ള പുസ്തകങ്ങളിൽ വായുവിന്റെ ഗതി, ഓരോ വായുവിന്റെ ഗതിക്കും അനുസരിച്ച് കെട്ടിടങ്ങൾ എങ്ങനെയായിരിക്കണം, അവിടെ താമസിക്കുന്ന ആളുകൾക്ക് എങ്ങനെയുള്ള സ്വഭാവങ്ങൾ വരും, ഇത്തരം കാര്യങ്ങളൊക്കെ ഇതെല്ലാം പുരാണങ്ങളിലും മറ്റു ഇതിഹാസങ്ങളിലും ഒക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. പ്രത്യേകം ശാസ്ത്ര ഗ്രന്ഥങ്ങളും. അത് മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുന്നതിലൂടെ നമ്മൾ ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും, എഞ്ചിനീയർ ആയിക്കോട്ടെ, ഡോക്ടർ ആയിക്കോട്ടെ, നിയമ രംഗത്ത് പ്രവർത്തിക്കുന്നവരായിട്ട് ഏത് രംഗത്ത് പ്രവർത്തിച്ചാലും അതിൻ്റെയൊക്കെ
മറ്റാർക്കും കണ്ടെത്താനാവാത്ത അറിവുകളിലേക്ക് സഞ്ചരിക്കാനും മറ്റു പഠനത്തിന്റെ ഒപ്പം സംസ്കൃതം പഠിക്കുന്ന ആളുകൾക്ക് പറ്റും. അങ്ങനെ സംസ്കൃത പഠനമായിക്കോട്ടെ, നമ്മുടെ പൂജ ക്രിയാപഠനമായിക്കോട്ടെ, നമ്മുടെ ശുദ്ധമായ ബുദ്ധിക്കും ശുദ്ധമായിട്ടുള്ള ആരോഗ്യത്തിനും ഒരുപാട് തരത്തിൽ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഘടകങ്ങളാണ്. ആ ഒരു ഗൗരവത്തിൽ നമ്മളത് കുട്ടിക്കാലത്ത് തന്നെ ഉറപ്പിച്ചാൽ, നമ്മൾ ചെറിയ ചെറിയ പരിശീലനങ്ങളൊക്കെ ഏറ്റവും ചെറുപ്പത്തിൽ നമ്മൾ വഴങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ജീവിതകാലം മുഴുവൻ നിലനിൽക്കും. നമ്മുടെ ഓർമ്മ, നമ്മുടെ ശ്വാസത്തിന്റെ പരിശീലനം, നമ്മുടെ ശരീരത്തിന്റെ ചലനങ്ങളുടെ പരിശീലനം ഒക്കെ ചെറിയ പ്രായത്തിൽ, ഇപ്പൊ കഥകളി അങ്ങനെയുള്ള പരിശീലനങ്ങളൊക്കെ വളരെ ചെറുപ്പത്തിൽ തുടങ്ങുന്നത് അതുകൊണ്ടാണ്. ചെറുപ്പത്തിൽ ശരീരവും മനസ്സും വഴങ്ങുന്നത് പോലെ ഒരു പ്രായമായാൽ വഴങ്ങാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഏറ്റവും ശുദ്ധമായിരിക്കുന്ന അവസ്ഥ അവിടെ ഏറ്റവും ചെറുപ്പമായിട്ട് ലഭിക്കുന്ന അവസ്ഥയാണ്. നമ്മുടെ മനസ്സിലേക്ക് മറ്റുള്ള ഒരു ആശങ്കകളോ മുതിർന്ന ആളുകളുടെ പോലുള്ള ആശങ്കകളോ തിരക്കുകളോ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് മറ്റൊന്നിനെ കുറിച്ചും ആലോചിക്കാതെ പഠനത്തിൽ ഏർപ്പെടാം. ഏറ്റവും ശുദ്ധമായ അവസ്ഥയിൽ നമുക്ക് അറിവിനെ സ്വീകരിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ കുട്ടികൾക്ക് വേണ്ടി ഇവിടെ നടക്കുന്ന ഒരു പരിശീലനത്തിന് അത്രയും ആഴമുള്ള ഒന്നായിട്ടാണ് കാണുന്നത്. ഈ കുട്ടികളുടെ മനസ്സിലും നാഡികളിലും ശരീരത്തിലുമെല്ലാം ആ ഉപാസനാ ദേവതയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും ധാർമ്മികമായ പാതയിൽ മുന്നേറാനും ഈ ദേവതാ സങ്കേതം ഇപ്പോൾ ചെയ്യുന്ന ധാർമ്മിക സേവനങ്ങൾ കൂടുതൽ കൂടുതൽ ശക്തമായും ഭംഗിയായും ചെയ്യാനും ഈ എല്ലാ സജ്ജനങ്ങൾക്കും ധർമ്മത്തിന്റെ പാതയിൽ അടിയുറച്ച് മുന്നോട്ട് പോകാനും ഗുരുപരമ്പരയും ഭഗവാൻ കാശിനാഥനും എല്ലാ അനുഗ്രഹങ്ങളുമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഭാരതത്തിലെ ഏറ്റവും പുരാതനമായ നാഗ സന്യാസി പരമ്പരയുടെ എല്ലാ ആശീസ്സുകളും നിങ്ങൾക്ക് മുമ്പിൽ അർപ്പിക്കുന്നു. ഈ മംഗളകരമായ യാത്രയിൽ ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഓം ശാന്തി ശാന്തി ശാന്തി.